പ്രവാചകന്റെ മുടിക്ക് ഇത്ര ദിവസം കൊണ്ട് ഇന്ന് വലിപ്പം കൂടി എന്ന് പറഞ്ഞ് അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞ് ആളുകൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടിയാ ക്ഷണിക്കുന്നത്? നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാം, നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റിത്തരാം, നിങ്ങളുടെ സാമ്പത്തിക കടങ്ങളൊക്കെ ഇല്ലേ അത് മാറ്റിത്തരാം, നിങ്ങൾക്ക് മക്കളുണ്ടാകാത്ത പ്രശ്നമില്ലേ അത് തീർത്തു തരാം. ഈ ആളുകൾ സാധാരണക്കാരായ ആളുകൾ, ഇത്തരം മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരോട് ചെല്ലുകയാണ്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ തിരിച്ചു വരേണ്ടത് അള്ളാഹുവിന്റെ ഖുർആനിലേക്കും പ്രവാചകന്റെ അധ്യാപനത്തിലേക്കുമാണ് എന്നുള്ളതാണ്. ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രതിസന്ധികൾ തന്റെ പ്രബോധന കാലഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചതാണ്. നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. ദാരിദ്ര്യം, ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് പ്രവാചകൻ, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട് റസൂൽ. കാരക്ക മാത്രം കഴിച്ച്, പച്ചവെള്ളം മാത്രം കഴിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. ഒരിക്കൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് അവിടെ നിന്ന് കുറച്ച് സഹാബാക്കൾ കടന്നു വരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭക്ഷണ രീതി എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് മദീനത്തെ പള്ളിയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന തന്റെ പ്രിയപ്പെട്ട വീട് ഈത്തപ്പന ഓലകൾ കൊണ്ടും അവിടെ നിർമ്മിച്ച ആ വീടിന്റെ ഒരു മൂലയിലേക്ക് നോക്കി, ഉറിയിലേക്ക് നോക്കി, അതിലെ കുടുക്കയിലെ വെള്ളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, സ്വഹാബാക്കളെ, നിങ്ങളുടെ റസൂൽ ഉണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുടുക്കയിലെ വെള്ളം മാത്രം കുടിച്ച് അവിടുന്ന് കിട്ടുന്ന കാരക്ക മാത്രം തന്നെ ദിവസങ്ങളോളം എന്റെ പ്രവാചകൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ആ സമയത്തൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിലുള്ള ശൈലികൾ സ്വീകരിച്ചിരുന്നില്ല. പ്രവാചകർ ആരെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ ആളുകൾ, അപകടങ്ങൾ വന്ന ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയിട്ടുള്ളത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂലിന് ഒരുപാട് ഇഷ്ടമായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ മടിയിൽ കിടന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സഅദിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയുടെ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് റസൂലേ, സഅദിനെ നോക്കിയിട്ട്, സഅദ് ഇബ്നു മുആദിനെ നോക്കിയിട്ട് അങ്ങ് ചിരിക്കുകയാണോ? അങ്ങക്ക് ഒരുപാട് ഇഷ്ടമല്ലേ സഅദിനെ? 31-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിക്കുകയും കേവലം 6 വർഷം മാത്രം ജീവിച്ച് 37-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞു പോവുകയും ചെയ്ത സഅദ് ഇബ്നു മുആദ്, അത്രക്കും പ്രവാചകൻ ഇഷ്ടമായിരുന്നു സഅദിനെ. ആ സഅദിന്റെ മുഖത്ത് നോക്കി ചിരിച്ചപ്പോ സഹാബികൾ ചോദിക്കുക, സഅദിന്റെ മരണത്തിലും അങ്ങ് പുഞ്ചിരിക്കുകയാണോ റസൂലേ? നോക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തെ, എനിക്ക് സഅദിനെ ഒരുപാട് ഇഷ്ടമാ, സഅദിന്റെ മരണത്തിൽ ഞാൻ പുഞ്ചിരിക്കാനോ? 10,000-കണക്കിന് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ, കാരുണ്യത്തിന്റെ മലക്കുകൾ സഅദിന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ആ സഅദിന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ കണ്ടപ്പോഴാണ് സഹാബികളെ ഞാൻ ചിരിച്ചത്, സന്തോഷിച്ചത് എന്ന് റസൂലുള്ള പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മാസത്തോളം മദീനത്തെ പള്ളിയിൽ സഅദ് സുഖമില്ലാതെ കടന്നിട്ടുണ്ട്, മരണത്തോടെ മല്ലടിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ മുടി പോയിക്കൊണ്ട് അവിടെ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ മുടിയിൽ നിന്ന് ഒരിക്കൽ വെള്ളം എടുത്തുകൊണ്ട് സഅദിന്റെ രോഗം മാറ്റാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ സഹാബാക്കൾ പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയുള്ള ഒരു രീതി പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇന്നോ രോഗം മാറാൻ നിങ്ങൾ ചെല്ലണം ചില കേന്ദ്രങ്ങളിലേക്ക്, അവിടെ മുടിയുണ്ടെന്ന് പറയുകയാ, അവിടത്തേക്ക് ചെന്നാൽ നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ രോഗം ഇല്ലാതായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുക. ആ രൂപത്തിലുള്ള അപകടങ്ങളിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഇന്നുള്ള സമൂഹം, ഇന്നുള്ള പണ്ഡിതന്മാർ എന്ന് പറയുന്ന പാണ്ഡിത്യത്തോട് നീതി പുലർത്താത്ത ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.